So when she delivered my brother, my mother cried like a baby. Apparently the nurse wasn't letting her cut his penis or something. Classic nurse. Also, my mother is my role model. Yeah. Because someday I want to fulfill her unfulfilled dream when I have a son. Yeah. നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ ഒരു മാനസിക രോഗിയുടേതല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തെ ഒരു പ്രമുഖ വലിയ OTT പ്ലാറ്റ്ഫോമിൽ കാണിച്ച ഒരു കോമഡി ഷോയിലെ ഒരു ക്ലിപ്പിംഗ് ആണ്. ഈ കോമഡിയും പൈശാചികതയും ക്രൂരതയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ എപ്പോഴാണ് ഇങ്ങനെ ഇല്ലാതാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പ്രണീത് മൂർ എന്ന് പറയുന്ന ഒരാളുടെ ഒരു കോമഡി ഷോയിൽ വന്നിട്ട് ഒരാണും ഒരു പെണ്ണും വളരെ മോശമായിട്ടുള്ള 2 പ്രസ്താവനകൾ നടത്തിയിട്ട് അത് വലിയ രീതിയിലൊരു പ്രശ്നമായിട്ടത് ഇപ്പോൾ ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഇപ്പോൾ വേറൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ, ഒരു ഫീമെയിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പുതിയൊരു പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നത്. ഞാനൊരു വലിയ ജനപ്രിയ കോമഡിയനും ഇൻഫ്ലുവൻസറും ഒക്കെയാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഐശ്വര്യ മോഹൻ രാജിൻ്റെ കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ലിപ്പിംഗ് ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്, പുറത്തു വന്നിരിക്കുന്നത്. ഒരു മിനിമം ബോധവും സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെയുള്ളൊരു മനുഷ്യന് ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും, തീർച്ചയായിട്ടും പ്രതികരിക്കാനും തോന്നും. കഴിഞ്ഞ പ്രാവശ്യം വൈറലായ വീഡിയോയിൽ സേജൽ പവാർ എന്ന് പറയുന്ന ആ സ്ത്രീ ഒരു ശവശരീരം, ഒരു പുരുഷ കടാവറിന്റെ ജനനേന്ദ്രിയത്തെ കുറിച്ചായിരുന്നു മോശമായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ और फिर लास्ट में जो भी है रिप्रोडक्टिव और तू पक्का डॉक्टर है या कसाई है? अरे कोई जो को भी मारते हैं ना, सीरियस रहते सब लोग, जो को भी मारते हैं क्या इसके दिमाग में कुछ नहीं है? व्हाटएवर जो भी साइज वगैरह जो ഇന്ന് ഈ വീഡിയോയിൽ ജീവനുള്ള ഒരു ജനിച്ചു വീണ കുഞ്ഞിനെ കുറിച്ചാണ് ഇത്രയും പൈശാചികമായിട്ട് ഈ ഒരു സ്ത്രീ സംസാരിച്ചിരിക്കുന്നത്. പുരുഷവിരുദ്ധതയുടെ അങ്ങേയറ്റം, അതും ജനിച്ചു വീണ ഒരു ആൺകുഞ്ഞിനോട്. മിസാൻഡ്രിയൊക്കെ എത്ര വലിയ പീക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. Also, my mother is my role model. Yeah. Because someday I want to fulfill her unfulfilled dream when I have a son. ഇത്രയും വലിയ പുരുഷവിരുദ്ധത, സാമൂഹിക വിരുദ്ധത, ഒരു കുഞ്ഞിനോടുള്ളൊരു ഇത്രയും വലിയ വിരുദ്ധത പബ്ലിക്കായിട്ട് ഇത്രയും കോൺഫിഡൻസോടുകൂടി ഒരു സ്റ്റേജിൽ വന്ന് വിളിച്ചു പറയണമെങ്കിൽ അതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് ഇവർ പറയുന്നത്, എൻ്റെ അമ്മയ്ക്ക് ആൺകുഞ്ഞുങ്ങളെ ഇഷ്ടമേ അല്ല, അപ്പോൾ എൻ്റെ അനിയൻ ജനിച്ചപ്പോൾ അവൻ്റെ ജനനേന്ദ്രിയം എൻ്റെ അമ്മ കട്ട് ചെയ്ത് കളയാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അവിടുത്തെ നേഴ്സുമാരൊന്നും സമ്മതിക്കാഞ്ഞുകൊണ്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ആൺകുഞ്ഞുണ്ടാകുകയാണെങ്കിൽ ഞാനത് ചെയ്യും എന്നാണ് ഈ തലയ്ക്ക് വെളിവില്ലാത്ത ഈ മാനസിക രോഗി വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അവിടെ കുറേ ആളുകളിൽ നിന്ന് കൈയടിച്ച് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അമേരിക്കയിൽ നിന്ന് എപ്സ്റ്റീൻ ഫയൽസൊക്കെ പുറത്ത് വന്നപ്പോൾ നമ്മൾ വലിയ രീതിയിൽ ഇത്രയും സംസ്കാരമില്ലാത്ത ആളുകൾ ഇതാന്നൊക്കെ ഇവിടുത്തെ പല ആളുകളും പറയുന്നത് കേട്ടു. ഇവിടുത്തെ പല ആളുകളും അത് ചെയ്യാത്തത് അവസരം കിട്ടാത്തതുകൊണ്ടാണ്. ഒരവസരം കിട്ടിയാൽ അതിനേക്കാളും വളരെയധികം പൈശാചിക മൈൻഡുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു കുഞ്ഞിനോട് ഇത്രയും വലിയ ക്രൂരത അവിടെ നിന്ന് ചിരിച്ച് കൈയടിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു വശത്ത്, ഇത്രയും വലിയ നികൃഷ്ടമായിട്ടുള്ളൊരു കാര്യം വിളിച്ചു പറഞ്ഞിട്ട് അതിനെയൊക്കെ സ്പോൺസർ ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന കമ്പനികൾ, ഇവരെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള. കോമിക് സ്റ്റാൻ എന്ന് പറയുന്ന ഈ ഒരു ഷോയിലെ ഒരു ക്ലിപ്പ് എക്സിൽ, നമ്മുടെ ഫോമർ ട്വിറ്റർ, അതിൽ വൈറലായപ്പോഴാണ് ഇതിനെപ്പറ്റി എല്ലാ ആളുകളും ശ്രദ്ധിക്കുന്നത്. ഈ സ്ത്രീയുടെ അനിയൻ ജനിച്ചപ്പോൾ ആ അനിയൻ്റെ ജനനേന്ദ്രിയം മുറിച്ചു കളയാൻ ഇവരുടെ അമ്മ വളരെയധികം ആഗ്രഹിച്ചെന്നും അത് സാധിക്കാൻ വന്നപ്പോൾ ഭയങ്കരമായിട്ടിരുന്ന് കരഞ്ഞെന്നുമാണ് ഇവർ പറയുന്നത്. ഇവരാദ്യം ചെയ്യേണ്ടിയിരുന്നത് ആ സ്ത്രീയെ കൊണ്ടുപോയി ഏതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അടയ്ക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഇത്രയും ദുഷിച്ച പുഴുത്ത ചിന്താഗതി വെച്ച് ഇവരൊന്നും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ ഒരു തരത്തിലും യോഗ്യരല്ല. ഇവരെ പോലുള്ള ആൾക്കാരൊന്നും ഒരിക്കലും വിവാഹം കഴിക്കുകയും അല്ലെങ്കിൽ ഒരിക്കലും ഇവർക്കൊന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചു പോവാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടായിരുന്നു, ഒരു കുഞ്ഞിൻ്റെ കൈയും കാലും ഒക്കെ തല്ലി ഒടിച്ചിട്ട് എത്രത്തോളം ക്രൂരതയാണ് ഒരു സ്ത്രീയും അവരുടെ കാമുകനും കൂടി ഒരു കുട്ടിയോട് കാണിച്ചെന്നുള്ളത്. ക്രൂരമായ മർദ്ദനം നേരിട്ട 1.5 വയസ്സുകാരൻ കൊലപാതകത്തിന് ഇരയാവുകയായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. അതിനു പിന്നിൽ ആ കുഞ്ഞിന്റെ അമ്മയും രണ്ടാനച്ഛനായ അഷ്കറുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ വിവരം പുറത്തു വരുമ്പോൾ ആകെ അസ്വസ്ഥപ്പെടുത്തുന്നത് ആ പിഞ്ചു കുഞ്ഞിന്റെ അല്ലെങ്കിൽ 1.5 വയസ്സുകാരന്റെ ശരീരത്തിൽ 51 മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ മുറിവുകൾ ഉണ്ടായിരുന്നു, ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഒരു ട്രെയിലറാണ് ഇപ്പോൾ ഇവർ പറഞ്ഞത്. ഇവരൊക്കെ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ള ഇത്രയും ദുഷിച്ച നികൃഷ്ടമായിട്ടുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ്. എന്ത് വേണം ഇവരൊക്കെ കാണിക്കാം. ഒരു ജീവനെയും കൂടെ വെറുതെ എന്തിനാണ് നരയിപ്പിക്കുന്നത്? കുറ്റകൃത്യം ചെയ്യുന്നത് മാത്രമല്ല, കുറ്റകൃത്യം ആഹ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് വന്ന് പറയുന്ന, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നവരെയും കൂടി അതിൻ്റെ ഒരു പ്രിക്വേഷൻ എന്നുള്ള രീതിയിൽ
ശിക്ഷിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാവണം. ഞാൻ ചെയ്തില്ലല്ലോ പറഞ്ഞല്ലേ ഉള്ളൂ എന്ന് പറയുന്നത്, ഒരാൾ ഞാൻ അങ്ങനെ ചെയ്യും എന്ന് ധൈര്യത്തോടെ പറയുമ്പോൾ അയാളെ വെറുതെ വിടുന്നതും ഒരു കുറ്റവാളിയെ കുറ്റം ചെയ്യാൻ അനുവദിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു ആൺകുഞ്ഞ് ജനിച്ചു എന്ന് കേട്ടപ്പോൾ ഇത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എൻ്റെ അമ്മയ്ക്ക് സാധിക്കാതെ ഞാൻ ചെയ്യുമെന്ന് ഇത്രയും പബ്ലിക്കായിട്ട് ഇത്രയും ഒരു എന്താ പറയുന്ന ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി എന്നൊക്കെ അവകാശപ്പെടുന്ന സൊസൈറ്റി എന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം മൊഡാസിറ്റി ഉണ്ടെന്ന് ആലോചിച്ച് നോക്കും. ഫെമിനിസത്തിന് വേണ്ടി കൊടി പിടിച്ചും തുല്യതയ്ക്ക് വേണ്ടി വാദിച്ചും ചില സ്ത്രീകൾ എത്രത്തോളം ടോക്സിക് ആയിട്ടുള്ള സാമൂഹിക വിരുദ്ധമായിട്ടുള്ള പുരുഷ വിരുദ്ധരായിട്ട് മാറുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. തൊടുന്നതിനും പിടിച്ചതിനും ഒക്കെ ഫെമിനിസം പറയുന്ന ചില ഫീമെയിൽ ഇൻഫ്ലുവൻസേഴ്സും അല്ലാതെ മറ്റിതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ സ്വന്തം പുരുഷ വിരുദ്ധതയും ആണുങ്ങൾക്കെതിരെയുള്ള അവരുടെ വെറുപ്പും മറച്ചു പിടിക്കാൻ വേണ്ടി മാത്രം എടുത്തു വെച്ചിരിക്കുന്ന ഒരു മുഖംമൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഫോളോ ചെയ്തു പോകുന്ന മറ്റാളുകളും മറ്റ് സാധാരണ ആളുകളും പുരുഷ വിരുദ്ധതയാണ് ഫെമിനിസം. ഒരു പബ്ലിക്കിൽ ചെന്ന് നിന്ന് പുരുഷനെ 10 തെറി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ പുരുഷ വിരുദ്ധത പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പുരോഗമനം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർ പുരോഗമനം പറഞ്ഞു തുടങ്ങുന്ന ആണുങ്ങളെ ചീത്ത വിളിച്ചിട്ടാണ്. അതിൻ്റെയൊക്കെ ഒരു പീക്ക് ഐറ്റമാണ് ഇപ്പോൾ കണ്ടത്. എനിക്ക് പറയാനുള്ള ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളും സ്ത്രീ ശാസ്ത്രീകരണമാണ്, ഫെമിനിസമാണ്, തുല്യതയ്ക്ക് വേണ്ടിയുള്ള മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നാളെ ആഗോള സ്ത്രീവൽക്കരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെയും നിങ്ങൾക്കുണ്ടാകുന്ന ആൺകുഞ്ഞിനെയും കൂടെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നൊരവസ്ഥയും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ആ ഒരു രീതിയിലാണ് സൊസൈറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. പുരുഷവിരുദ്ധതയും ആണുങ്ങളെ വെറുക്കുന്നതും പുരോഗമനമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിക്കണം. പുരുഷന്മാരുൾപ്പെടെ പുരോഗമനമാണെന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ വെറുക്കുന്നതിനും പുരുഷന്മാരെ ആക്രമിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഒരു സ്ത്രീയെ ആക്രമിക്കുന്നതിന് ആരും സപ്പോർട്ട് ചെയ്യില്ല. ഒരു സ്ത്രീയെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമാണ്, നിയമപരമായിട്ട് തെറ്റാണ്, സാമൂഹികപരമായിട്ടും നമ്മുടെ സൊസൈറ്റിയുടെ ചിന്താഗതിപരമായിട്ടും എല്ലാം തെറ്റാണ്. പരമാവധി ശിക്ഷ അതിന് കിട്ടും. പക്ഷെ ഒരു പുരുഷനെ കളിയാക്കുക അല്ലെങ്കിൽ പുരുഷനെ അപമാനിക്കുക അല്ലെങ്കിൽ പുരുഷത്വത്തെ അപമാനിക്കുകയോ ആണുങ്ങൾക്കെതിരെ ഇത്രപോലെ പച്ചയ്ക്ക് വന്നിരുന്ന് ഇതുപോലുള്ള പബ്ലിക്കായിട്ടുള്ള OTT പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പറഞ്ഞാലും ഇതിനെതിരെ കേസെടുക്കാനോ ഇതിനെതിരെ പ്രതികരിക്കാനോ ഉള്ള നിയമങ്ങളും ഇവിടില്ല. അതെന്തോ വലിയ പുരോഗമനമാണെന്ന് പറഞ്ഞ് മന്ദബുദ്ധികളായിട്ടുള്ള കുറേ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പ്രതികരിക്കുന്നുമില്ല. നമ്മുടെ ഈ ഒരു സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളതാണ് ശരിക്കും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഒരു 10-50 വർഷം കഴിയുമ്പോൾ അങ്ങനെ സംഭവിച്ചുകൂടാന്നുമില്ല. പുരോഗമനമാണ് സമ്പൂർണ്ണ സ്ത്രീ ശാസ്ത്രീകരണം, സമ്പൂർണ്ണ സ്ത്രീവൽക്കരണം എന്ന് പറഞ്ഞ് നിങ്ങൾക്കുണ്ടാകുന്ന ആൺകുഞ്ഞിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലും അതില്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പുരോഗമനവും ഇക്വാലിറ്റിയും സ്ത്രീ ശാസ്ത്രീകരണവും എല്ലാം നല്ലതാണ്. പക്ഷെ അതൊരിക്കലും പുരുഷവിരുദ്ധതയാവരുത്. പുരുഷവിരുദ്ധതയായി കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കണം. ഇപ്പം ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്, സ്ത്രീകൾക്കെതിരെയുള്ള മോശപ്പെട്ട സംഭവങ്ങൾക്കെതിരെ ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പുരുഷന്മാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ അതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല. അതെല്ലാം എന്തോ വലിയൊരു പുരോഗമനമാണെന്ന് പറഞ്ഞ് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുകയും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വലിയൊരു അപകടമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ സ്ത്രീയും പുരുഷനും ഒരുപോലെ ഈ സൊസൈറ്റിക്ക് ആവശ്യമാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണത്തിനെ മാത്രം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിനെ തന്നെ ഇല്ലാതാക്കുന്നതിനുള്ളൊരു ആഹ്വാനം പോലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുക. അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കുണ്ടാകുന്ന ആൺകുഞ്ഞും അടുത്തടുത്ത് വരുന്ന ജനറേഷൻസും ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. ഐ ആം ആദിൽ ഹുസൈൻ, സൈനിങ് ഓഫ്.